Hello, hi dear friends, welcome to yet another session of Word of the Day. Yes. അപ്പോൾ Word of the Day സെഷനിൽ നമ്മൾ ഡെയിലി ഒരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. ആസ് യൂഷ്വൽ ഇന്നും ഞാൻ ഒരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ആ വേർഡ് ഏതാ, അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഷാഗ്രിൻ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡ് ഷാഗ്രിൻ എന്നുള്ള വേർഡാണ്. അപ്പോൾ ഈ ഒരു വേർഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, എന്താ പറയുക, അപ്പോൾ ഒരു സ്റ്റഡി എന്നുള്ളൊരു വേർഡ് നമുക്കറിയാം അല്ലേ. സ്റ്റഡി എന്നുള്ള ആ ഒരു വേർഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ആ സെയിം വേർഡ് തന്നെ നമുക്ക് നൗണായിട്ടും യൂസ് ചെയ്യാൻ പറ്റും, വെർബായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇല്ലേ. ആ സെയിം വേർഡ് നമുക്ക് നൗണായിട്ടും യൂസ് ചെയ്യാം, വെർബായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റഡി ഓഫ് എന്താ പറയുക, ബേർഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് മീനിങ് ആണ്, പഠനം എന്നുള്ള നൗണായിട്ടാണ് യൂസ് ചെയ്യണത്. ഐ ആം സ്റ്റഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ സ്റ്റഡി, പഠിക്കുക എന്നുള്ള ആ ഒരു വെർബിൻ്റെ ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. ആ സെയിം കാറ്റഗറിയിലാണ് നമ്മുടെ ഷാഗ്രിൻ എന്നുള്ള വേർഡ്. കാര്യം CH സ്റ്റാർട്ട്. ഇപ്പം നമ്മൾ ഷെഫ് അല്ലേ, ഷെഫ് എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിംഗ് എന്താണ്, CHEF ആണ്. CHEF ആണ്. സോ CHEF എന്ന് പറയുമ്പോൾ നമ്മൾ ചെഫ് എന്നല്ല പറയാറ്, അതിൻ്റെ എക്സാക്റ്റ് ആയ പ്രൊനൗൺസിയേഷൻ എന്താണ്, ഷെഫാണ്. ആ സെയിം അതേപോലെയാണ് CH നമ്മുടെ ഈ ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യണതെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യണത് എങ്ങനെയാണ്, നമ്മൾ പ്രൊനൗൺസ് ചെയ്യണ ഷാഗ്രിൻ എന്നാണ്. യെസ്. അപ്പോൾ വേർഡിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോളൂ. നമുക്ക് എക്സാമിനേഷൻസിൽ നമുക്ക് വരുമ്പോൾ അല്ലേ, ചിലപ്പോൾ അവർ സ്പെല്ലിംഗ് തെറ്റിച്ചൊക്കെ തരുമല്ലോ. നമ്മുടെ ഇപ്പം എറർ കറക്ഷൻസ് ആയാലും അല്ലെങ്കിൽ ഇപ്പം എന്താണ് നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷനിൽ തന്നെ ചില സമയത്ത് ഇതിൽ ഈ ഒരു പാരഗ്രാഫിൽ തന്നിട്ടുള്ള ഏതോ ഒരു വേർഡിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. അപ്പോൾ ആ വേർഡ് ഏതാണെന്നൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ വൊക്കാബുലറി, നമ്മുടെ ഇംഗ്ലീഷ് പേപ്പറിൽ വൊക്കാബുലറി എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുമ്പം വെറുതെ അതിൻ്റെ മീനിങ് മാത്രം അറിഞ്ഞിരിക്കുക എന്നുള്ളതല്ല. ആ ഒരു വേർഡ് എന്താണോ ആ വേർഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സകലമാന കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് വൊക്കാബുലറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സിനോണിംസ് അറിയണം, ആൻറ്റണിംസ് അറിയണം, അതിൻ്റെ മീനിങ് അറിയണം, അതിൻ്റെ സ്പെല്ലിംഗ് അറിയണം, അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണെന്ന് നമ്മൾ അറിയണം. അത് ഏതെങ്കിലും പാർട്ട് ഓഫ് സ്പീച്ച്, ഇപ്പോൾ നൗൺ ആണെങ്കിൽ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ കൗണ്ടബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ അറിയണം. വെർബ് ആണെങ്കിൽ അതിൻ്റെ പല ഫോംസ് എന്താണെന്ന് അറിയണം. ആഡ്ജക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ പല ഫോംസ് അറിയണം. ഏതാ ആഡ്ജക്റ്റീവ്, ഏതാ അതിൻ്റെ ആഡ്വർബ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായ ഒരു പ്രോപ്പറായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു വേർഡിനെ റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് വൊക്കാബുലറിനെ ബേസ് ചെയ്ത് നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻ എന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയാലും, നിങ്ങളിപ്പോൾ UPSC ആണ് നിങ്ങൾ എഴുതുന്നത്, അല്ലെങ്കിൽ PSC എഴുതുക, അല്ലെങ്കിൽ SSC എഴുതുകയാണ്, ബാങ്ക് എക്സാമിനേഷൻസ് ആണ്, അല്ലെങ്കിൽ റെയിൽവേയുടെ എക്സാമിനേഷനാണ്, ഏത് എക്സാം ആയാലും നമുക്ക് വൊക്കാബുലറി എന്നുള്ള ഈ ഒരു സെക്ഷനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് നമ്മളോട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു വേർഡ്സിൻ്റെ ചിലപ്പം സ്റ്റാൻഡേർഡിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ബാങ്ക് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ വേർഡ്സ് ആയിരിക്കും ബാങ്ക് എക്സാമിനേഷനിൽ ചോദിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ ലെവലിൽ, ഓരോ എക്സാമിനേഷൻസിലും, ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലും അവർ ചോദിക്കുന്ന വേർഡ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലെവലിൻ്റെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടോപ്പിക് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, ബാക്ക് ടു അവർ വേർഡ് ഷാഗ്രിൻ. അപ്പോൾ ഷാഗ്രിൻ എന്നുള്ള ഈ ഒരു വേർഡ് നമുക്ക് നൗണായിട്ടും യൂസ് ചെയ്യാം, വെർബായിട്ടും യൂസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം നൗണായിട്ടുള്ള യൂസേജും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു വേർഡ് നൗണായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ആനോയൻസ് അല്ലെങ്കിൽ ഡിസ്ട്രസ്, ഇത് ഈ ആണേ. അതും അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ്, അറ്റ് ഹാവിങ്, ഡിസപ്പോയിൻമെൻറ്റ് അറ്റ് ഹാവിങ്, നമുക്ക് എന്ത് പറയാം, at having failure or humiliations, at having failure or humiliations. യെസ്. അപ്പോൾ എന്താണ് ഷാഗ്രിൻ എന്നുള്ള നൗണിൻ്റെ മീനിങ്, നമുക്ക് ആദ്യം മീനിങ്ങിൻ്റെ മീനിങ് നോക്കാം. അനോയൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു നീരസം അല്ലെ, ഒരു ദേഷ്യം, ഒരു നീരസം, അല്ലെങ്കിൽ എന്താണ്,
ഒരു വെറുപ്പ് എന്നൊക്കെ ഉള്ള ആ ഒരു മീനിങ്ങിൽ അല്ലേ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും നമുക്കൊരു മോശമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഒരു മോശമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിൽ അല്ലേ നമുക്ക് എന്ത് തോന്നും, നമുക്ക് ചിലപ്പോൾ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു ദേഷ്യമൊക്കെ തോന്നും, ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവായ ഒരു മടുപ്പ് എന്നുള്ള അങ്ങനത്തെ ഒക്കെ ഒരു മീനിങ്ങിൽ ദേഷ്യം, വെറുപ്പ്, നീരസം എന്നുള്ള മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അനോയൻസ്. അതേപോലെ ഡിസ്ട്രസ്, ഡിസപ്പോയിൻമെൻറ്റ് നമുക്കറിയാം. ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നിരാശയാണ്. ഓക്കെ, നമ്മൾ ഡിസപ്പോയിൻമെൻറ്റ് എന്നുള്ളത് എന്താണ്? ഡിസപ്പോയിൻമെൻറ്റ് എന്നുള്ളത് നൗണാണ്. അതിൻ്റെ വെർബ് ഫോം എന്താണ്? അതിൻ്റെ വെർബ് ഫോം ഡിസപ്പോയിൻ്റ് ആണ്. ഹി ഡിസപ്പോയിൻറ്റഡ് മീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി ഡിസപ്പോയിൻറ്റഡ് മീ എന്ന് പറഞ്ഞാൽ അവൻ എന്നെ നിരാശപ്പെടുത്തി എന്നാണ്. അപ്പം ഡിസപ്പോയിൻറ്റ് നോക്കിക്കോളൂ, ഡിസപ്പോയിൻറ്റ് അല്ലേ? ഡിസപ്പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശപ്പെടുത്തുക, അത് ആക്ഷനാണ്. ഡിസപ്പോയിൻറ്റ്, ഡിസപ്പോയിൻറ്റഡ്, ഡിസപ്പോയിൻറ്റഡ് ആണ്. ഡിസപ്പോയിൻറ്റ്, ഡിസപ്പോയിൻറ്റഡ്, ഡിസപ്പോയിൻറ്റഡ്. പാസ്റ്റ് ടെൻസ്. ഇത് ഡിസപ്പോയിൻറ്റ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്. ഡിസപ്പോയിൻറ്റഡ് എന്നുള്ളതാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസും. പാസ്റ്റ് പാർട്ടിസിപ്പിളും ഡിസപ്പോയിൻറ്റഡ് ആണ്. എന്താണ് പ്രസൻറ്റ് ടെൻസ്, എന്താണ് പാസ്റ്റ്, എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളത് നമ്മൾ ഇതുവരെ വെർബ് ഡിസ്കസ് ചെയ്തിട്ടില്ല. വെർബ് ഡിസ്കസ് ചെയ്യുമ്പം അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഏത് വെർബായാലും അതിന് 4 ഫോം ഉണ്ടാവും അല്ലേ? അതിന് 4 ഫോംസ് ഉണ്ടാവും. പ്രസൻറ്റ് ടെൻസ് ഉണ്ടാവും, പാസ്റ്റ് ടെൻസ് ഉണ്ടാവും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവും, കോണ്ടിന്യൂസ് ആയ ഒരു ഫോം ഉണ്ടാവും. അത് കൂടാണ്ട് ഉള്ളതാണ് ഒരു വെർബിന് സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും ഉണ്ടാവും. ഡിസപ്പോയിൻറ്റ് എന്നുള്ള വെർബിൻ്റെ സിംഗുലർ ഫോം എന്താണ്? സിംഗുലർ ഫോം ഡിസപ്പോയിൻസ് ആണ്. ഡിസപ്പോയിൻസ്, യെസ്. പിന്നെ നമ്മുടെ പാസ്റ്റ് ടെൻസ് ആണ് ഡിസപ്പോയിൻറ്റഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ഡിസപ്പോയിൻറ്റഡ് ആണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ കോണ്ടിന്യൂസ് ഫോമിൽ നമ്മളൊരു വെർബിനെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. സോ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? അത് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ലാസ്റ്റ് നമ്മൾ ING ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം കിട്ടും. അപ്പം ഡിസപ്പോയിൻറ്റ് എന്നുള്ള വെർബിൻ്റെ നൗൺ ഫോമാണ് എന്ത്? ഡിസപ്പോയിൻമെൻറ്റ്. ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിരാശ, യെസ്. ഇനി ഡിസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് നമുക്ക് എന്ത് പറയാം? ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് പെയിൻ അല്ലേ? ഭയങ്കരമായ ഒരു വേദന അല്ലെങ്കിൽ ഒരു തകർച്ച. ഇപ്പം മനസ്സ് തകർന്നു പോയി നമ്മൾ പറയണം. അപ്പം മനസ്സിൻ്റെ ഒരു തകർച്ച എന്നുള്ള ആ ഒരു മീനിങ്ങിൽ അല്ലേ, ഒരു ആകെ തകർന്നു പോയ ഒരു അവസ്ഥ, ആ ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, യെസ്, ആ ഒരു ഇത് നമ്മൾ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് പെയിൻ, ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു തകർച്ച, അതിനെയൊക്കെയാണ് നമ്മൾ ഡിസ്ട്രസ് എന്നുള്ള ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടുണ്ടായ ദേഷ്യമാണ്? നമുക്ക് എന്തെങ്കിലും ഫെയിലിയേഴ്സ് വന്നില്ല, നമ്മളിപ്പോൾ ഒരു എക്സാമിനേഷനിൽ തോറ്റുപോയി, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ പോയി നമ്മൾ സെലക്ട് ആയില്ല, അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളൊരു കോമ്പറ്റീഷനിൽ പോയി നമുക്ക് അവിടെ എന്താ പറയുക വിൻ ചെയ്യാൻ പറ്റിയില്ല. ഇത്തരം ഇതൊക്കെയാണ് നമ്മുടെ ഫെയിലിയേഴ്സ്. ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തോൽവികളാണ്. ഫെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിൽ എന്ന് പറഞ്ഞാൽ തോക്കുക എന്നുള്ള മീനിങ് ആണ് അല്ലേ? ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്കുക. ഐ ഫെയിൽഡ് ഇൻ ദ ലാസ്റ്റ് എക്സാം. ഞാൻ ലാസ്റ്റ് എക്സാമിൽ ഞാൻ ഫെയിലായി എന്ന് പറഞ്ഞ് ഞാൻ തോറ്റുപോയി. സോ തോക്കുക എന്നുള്ളതാണ് ഫെയിൽ. ഫെയിൽ എന്നുള്ള വെർബിൻ്റെ നൗൺ ഫോമാണ് ഫെയിലിയർ. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ തോൽവിയാണ്, യെസ്. ഓക്കെ, ഇനി അപ്പോൾ ഫെയിലിയർ, നമുക്ക് ഫെയിലിയർ വന്നുകൊണ്ട് ഞാൻ പറയാം, ഫെയിലിയറിൻ്റെ ആൻറ്റണിം അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് സക്സസ് ആണ് അല്ലേ? ഫെയിലിയറിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? തോൽവി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? തോൽവി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സക്സസ് ആണ്, അതായത് വിജയം അല്ലേ? തോൽവി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വിജയം, സക്സസ് ആണ്. സോ സക്സസ് എന്നുള്ളത് എന്താണ്? സക്സസ് എന്നുള്ളത് നൗണാണ്, യെസ്. ഹെർ സക്സസ് ഈസ് റിയലി അപ്രീഷിയേറ്റീവ്. അവളുടെ സക്സസ് എന്ന് പറയുന്നത് നമുക്ക് അവളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു സക്സസ് ആണ്. ആ സക്സസ് എന്നുള്ള വേർഡ് നൗണാണ്. അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് വിജയം എന്നാണ്. അപ്പോൾ സക്സസ് എന്നുള്ള വേർഡിൻ്റെ, സക്സസ് എന്നുള്ള ഈ നൗൺ ഫോമിൻ്റെ വെർബ് എന്താണ്? വെർബ് എന്ന് പറയുന്നത് സക്സീഡാണ്. സക്സീഡ് എന്നുള്ള വേർഡിന് 2-3 മീനിങ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, സക്സീഡ് എന്നുള്ള വേർഡ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇത്രയും അറിഞ്ഞിരിക്കുക. സക്സീഡ് എന്നുള്ള ഒരു വേർഡിൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആയ മീനിങ് ആണ്. ഒന്ന്, വൺ ആഫ്റ്റർ ദി അതർ അല്ലേ? അപ്പോൾ നമ്മൾ പറയുവാണെങ്കിലും ടീന ഈസ് സക്സീഡഡ് ബൈ മീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ടീനയ്ക്ക് ശേഷം വന്നത് ആരാണ്? ടീനയ്ക്ക് ശേഷം വന്നത് മീനയാണ്. സോ വൺ ആഫ്റ്റർ ദി അതർ, ടു കം വൺ ആഫ്റ്റർ ദി അതർ എന്നുള്ള ഒരു മീനിങ്ങിൽ നമുക്ക് സക്സീഡ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ്, ഒരു മീനിങ് ആണ് ജയിക്കുക.
ഓക്കെ, അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം അല്ലേ, നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം നമുക്ക് നടന്നു കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ എയിം അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് ജയിക്കുക അല്ലെങ്കിൽ ഞാൻ ജയിച്ചു എന്നൊക്കെ നമ്മൾ പറയാറ്. അവിടെ നമുക്ക് യൂസ് ചെയ്യാം ഏത് വേർഡ്? സക്സീഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. സക്സീഡ് എന്നുള്ള വേർഡ് എന്താണ്? വെർബാണ്. അപ്പോൾ ഓർത്തോളൂ, സക്സീഡ് എന്നുള്ള വേർഡിന് നമുക്ക് 2-3 മീനിങ്സ് ഉണ്ട്. 2 മീനിങ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഒന്നെന്താണ്? വൺ ആഫ്റ്റർ ദി അതർ. എന്തെങ്കിലും ഒരു കാര്യം ഇതിന് ശേഷം അതാണ് വന്നേ എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പറയുകയാണ്, നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ ഒരു റണ്ണിങ് റേസ് നടക്കുകയെന്ന് വിചാരിച്ചോളൂ. ഒരു റണ്ണിങ് റേസ് നടക്കുക. അപ്പോൾ ആ ഒരു ഇതിൽ ഇപ്പം ഫസ്റ്റ് പ്രൈസ് ജയിച്ച ആൾ ഇപ്പം എന്താ പറയുക, ഇപ്പം കിഷോർ എന്നുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം ചെസ് നമ്പർ 32 ആണ് ജയിച്ചതെന്നിരിക്കട്ടെ. ചെസ് നമ്പർ 32 ആണ് ആദ്യം വന്നത്. ഇപ്പോൾ രണ്ടാമത് വന്ന ആൾ ചെസ് നമ്പർ 84 ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറയുക ചെസ് നമ്പർ 32 ഈസ് സക്സീഡഡ് ബൈ എന്താ പറയുക, ചെസ് നമ്പർ 84. അപ്പോൾ എന്താണ്? ചെസ് നമ്പർ 32-ന് ശേഷം വന്നത് ആരാണ്? ചെസ് നമ്പർ 32-ന് ശേഷം വന്ന ആൾ 84 ആണ്. ചെസ് നമ്പർ 84. അങ്ങനെ കം വൺ ആഫ്റ്റർ ദി അതർ, ഒന്നിന് ശേഷം മറ്റേത് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യും സക്സീഡ് എന്നുള്ള വേർഡ്. അതേപോലെ ജയിക്കുക എന്നുള്ള മീനിങ്ങിലും നമുക്ക് സക്സീഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇപ്പോൾ ഫെയിലിയർ വന്നപ്പം ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. യെസ്. ഇനി ഹ്യൂമിലിയേഷൻസ്, നെക്സ്റ്റ് വേർഡാണ് ഹ്യൂമിലിയേഷൻ. ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് അല്ലേ, നമ്മൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മളെ നാണം കെടുത്തുക. അപ്പോൾ ആ ഒരു മീനിങ്, നാണക്കേട് അല്ലെങ്കിൽ ഇൻസൾട്ട് എന്നുള്ള മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു വേർഡാണ് ഹ്യൂമിലിയേഷൻ. ഹ്യൂമിലിയേഷൻ എന്നുള്ളത് എന്താണ്? ആസ് യൂഷ്വൽ അതൊരു നൗണാണ്. അതിൻ്റെ വെർബ് ഫോം എന്താണ്? അതിൻ്റെ വെർബ് ഫോം ഹ്യൂമിലിയേറ്റ് ആണ്. അപ്പോൾ എന്നെ അയാൾ ഹ്യൂമിലിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നെ അയാൾ ഇൻസൾട്ട് ചെയ്തു. ഐ ഫേസ്ഡ് സോ മെനി ഹ്യൂമിലിയേഷൻസ് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻസൾട്ട്സ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമിലിയേഷൻ എന്നുള്ളത് നൗണാണ്, ഹ്യൂമിലിയേറ്റ് എന്നുള്ളത് എന്താണ്? അതാണ് വെർബ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ മീനിങ്ങിൻ്റെ മീനിങ് നോക്കാം. അപ്പോൾ നമുക്ക് ഷാഗ്രിൻ എന്നുള്ള വേർഡിൻ്റെ നൗണിൻ്റെ മീനിങ് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഹ്യൂമിലിയേഷൻസ് ഉണ്ടായില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസൾട്ട് നമ്മൾ ഫേസ് ചെയ്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയേഴ്സ് വന്നു അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയേഴ്സ് വന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഇൻസൾട്ട്, ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്കുണ്ടാവണ ദേഷ്യം, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കുണ്ടാവണ ഭയങ്കരമായ സങ്കടം, അതും അല്ലെങ്കിൽ നമുക്കുണ്ടാവണ നിരാശ, ഇങ്ങനത്തെ മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഷാഗ്രിൻ. ഫെയിലിയേഴ്സോ അല്ലെങ്കിൽ റിജക്ഷൻസോ ഹ്യൂമിലിയേഷൻസോ ഇൻസൾട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി, അങ്ങനത്തെ സമയത്ത് നമുക്ക് ഉണ്ടാവണ ഒരു ഫീലിംഗ്, നമുക്ക് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും, ചിലപ്പോൾ വെറുപ്പുണ്ടാവും, സങ്കടം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഒരു നിരാശ ഉണ്ടാവും. ഈ മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? ഷാഗ്രിൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണേ. സോ നമുക്കിനി ഇതിൻ്റെ സിനണിംസ് നോക്കാം. സിനണിംസ് ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം അനോയൻസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അനോയൻസ്, ഓക്കെ, അനോയൻസ്. പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇറിറ്റേഷൻ അല്ലേ, നമ്മൾ ഇറിറ്റേറ്റഡ് ആവും അല്ലേ, നമുക്കൊരു അസ്വസ്ഥത തോന്നും, ഇറിറ്റേഷൻ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. വെക്സേഷൻ, യെസ്, വെക്സേഷൻ എന്ന് പറയുമ്പോൾ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു മടുപ്പ് എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ വെക്സേഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം എക്സാസ്പിറേഷൻ. അല്ലേ, എക്സാസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാണ് ഭയങ്കരമായ ഒരു ദേഷ്യം അല്ലേ, ഒരു ഇൻസൾട്ട് കാരണം, ഒരു ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസൾട്ട് കാരണം നമുക്കുണ്ടാവണം ഭയങ്കരമായ ഒരു ദേഷ്യത്തിനെയാണ് നമ്മൾ എക്സാസ്പിറേഷൻ എന്ന് പറയണത്. നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലഷർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തന്നെതാണ് അല്ലേ, പ്ലഷർ എന്ന് പറയുമ്പം യെസ് അതൊരു ഹാപ്പിനെസ് ആണ് പ്ലഷർ. അപ്പോൾ ഡിസ്പ്ലഷർ എന്ന് പറഞ്ഞാൽ യെസ് നമുക്ക് സന്തോഷം തരാത്തത്. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാം പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാണ് ഒരു ഇൻസൾട്ട് കാരണമൊക്കെ നമുക്ക് ഉണ്ടാവുന്ന ദേഷ്യത്തിനെയാണ് നമ്മൾ പിക്ക് എന്ന് പറയുന്നത്, ഭയങ്കരമായ ഒരു ദേഷ്യം. അതേപോലെ സ്പ്ലീൻ എന്നുള്ള വേർഡ് ഒരു ബോഡി പാർട്ടാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അല്ലേ വരുന്ന ഒരു ബോഡി പാർട്ടാണ് സ്പ്ലീൻ. അത് കൂടാണ്ടുള്ളൊരു മീനിങ് ആണ് ദേഷ്യം, ഒരു ഇൻസൾട്ട് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു നെഗറ്റീവായ എന്തെങ്കിലും ഒരു സംഭവം കാരണം നമുക്കുണ്ടാവണ ദേഷ്യം എന്നുള്ള മീനിങ്ങിലാണ് പിക്ക് അല്ലെങ്കിൽ സ്പ്ലീൻ എന്നുള്ള വേർഡൊക്കെ നമ്മൾ യൂസ് ചെയ്യണത്. ആങ്കർ അല്ലേ, ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമാണ്. ആങ്കർ എന്നുള്ള വേർഡ് നൗൺ ആണ്. ആങ്കർ എന്ന് പറയുമ്പോൾ ദേഷ്യമാണ്. ആംഗ്രി എന്ന് പറയുമ്പോൾ എന്താ? ഷീ ഈസ് എ
ഷീ ഈസ് എ ആംഗ്രി ലേഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ദേഷ്യക്കാരിയായ ഒരു ലേഡിയാണ്, ഭയങ്കര ദേഷ്യക്കാരിയായ ഒരു ലേഡി. അപ്പോൾ അവിടെ ആംഗ്രി എന്നുള്ളത് എന്താണ്? ആഡ്ജക്റ്റീവ് ആണ്. ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേഷ്യം. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ റേജ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. റേജ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഫ്യൂറി, ഇതെല്ലാം ദേഷ്യമാണ്. റേജ്, ഫ്യൂറി എല്ലാം ദേഷ്യമാണ്. ഇൻഡിഗ്നേഷൻ, ഇൻഡിഗ്നേഷൻ എന്ന് പറഞ്ഞാലും യെസ് ദേഷ്യം എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഇൻഡിഗ്നേഷൻ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഡിസാറ്റിസ്ഫാക്ഷൻ. ഡിസാറ്റിസ്ഫാക്ഷൻ. പിന്നെ നമുക്ക് എന്ത് പറയാം? ഡിസ്കോണ്ടന്റ്. ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസ്കോണ്ടന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസ്കോണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംതൃപ്തി ഇല്ലായ്മ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസ്കോണ്ടന്റ് എന്നുള്ള വേർഡൊക്കെ യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം റീസൺഫുൾ. റീസൺഫുൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു നീരസം അല്ലേ, അല്ലെങ്കിൽ ഒരു വെറുപ്പ്, ഒരു ദേഷ്യം എന്നുള്ള മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു വേർഡാണ്. റീസൺഫുൾ അല്ല, റീസൺഫുൾ ആകുമ്പോൾ അത് ആഡ്ജക്റ്റീവ് ആണ്. റീസൺമെൻറ്റ്, റീസൺമെൻറ്റ്. ഓക്കെ, റീസൺമെൻറ്റ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിസ്കോണ്ടന്റ്, റീസൺമെൻറ്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ. പിന്നെ നമുക്ക് എന്ത് പറയാം? ഡിസ്കമ്പോഷർ. ഡിസ്കമ്പോഷർ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഡിസ്കമ്പോഷർ. പിന്നെ ഡിസ്കംഫീച്ചർ എന്നൊരു വേർഡ് ഉണ്ട്. അപ്പോൾ ഡിസ്കംഫീച്ചർ എന്നുള്ളൊരു വേർഡും നമുക്ക് യൂസ് ചെയ്യാം. ഡിസ്കംഫീച്ചർ. ഫ്രസ്ട്രേഷൻ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ, ഫ്രസ്ട്രേഷൻ. അതേപോലെ ഡിസ്ക്വയറ്റ്, QUIET അല്ലേ. അപ്പോൾ ഡിസ്കംഫോഷർ, ഡിസ്കംഫീച്ചർ, ഫ്രസ്ട്രേഷൻ, ഡിസ്ക്വയറ്റ് എന്നൊക്കെ പറയുമ്പം യെസ് ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു വ്യാകുലത അല്ലെങ്കിൽ ഒരു ആദി ഇല്ല, ഒരു സംതൃപ്തി ഇല്ലായ്മ, ഒരു പരിഭവം എന്നൊക്കെ ഉള്ള ഒരു മീനിങ്ങിലാണ് നമ്മൾ ഡിസ്കംപോഷർ, ഡിസ്കംഫീച്ചർ, ഫ്രസ്ട്രേഷൻ അതേപോലെ ഡിസ്ക്വയറ്റ് എന്നുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. ഡിസ്ട്രസ് അതേപോലെ ഡിസപ്പോയിൻമെൻറ്റ് അല്ലേ, നിരാശ എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം ഡിസപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ് എന്നുള്ള വേർഡ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അംബ്രേജ് എന്നൊരു വേർഡ് ഉണ്ട്, അംബ്രേജ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. അംബ്രേജ് എന്ന് പറഞ്ഞാലും ദേഷ്യം, കോപം എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ അംബ്രേജ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒരുപാട് സിനോണിംസ് ഉണ്ട്. ഷാഗ്രിൻ എന്നുള്ള വേർഡ് കുറച്ച് ലെങ്തി ആയി, ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേ സെഷൻ കുറച്ച് ലെങ്തി ആയ സെഷനാണ്. നമുക്ക് കുറേ വേർഡ്സ് നമുക്ക് ഓർത്തിരിക്കാനുണ്ട്, നോക്കിക്കോളും. ഷാഗ്രിൻ എന്നുള്ള വേർഡ് എന്ന് അതിൻ്റെ നൗൺ ഫോമിൻ്റെ മീനിങ് എന്താണ്? നൗൺ ഫോമിൻ്റെ മീനിങ് നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയേഴ്സ് വന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായ എന്തെങ്കിലും ഒരു കാര്യം നടന്നു, നമുക്ക് ഒരു ഹ്യൂമിലിയേഷൻസ് ഉണ്ടായി അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടായി അല്ലെങ്കിൽ റിജക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണ സമയത്ത് നമുക്ക് ഉണ്ടാവണ ഒരു ഭയങ്കരമായ ഒരു പെയിൻ, ഒരു വേദന അല്ലെങ്കിൽ ഒരു നിരാശ, അതും അല്ലെങ്കിൽ ഒരു ദേഷ്യം, വെറുപ്പ്, നീരസം അല്ലെ, ഒരു ഭയങ്കരമായ ഒരു മടുപ്പ്. സോ അത്തരം മീനിങ്ങിലാണ് നമ്മൾ ഷാഗ്രിൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. അപ്പോൾ ഷാഗ്രിൻ എന്നുള്ള വേർഡിൻ്റെ സിനോണിംസ് എന്താണ്? അനോയൻസ് എന്ന് പറഞ്ഞാൽ ദേഷ്യം, അനോയൻസ്, ഇറിറ്റേഷൻ. അതേപോലെ എക്സാസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ അനോയൻസ് വരുമ്പോഴാണ് എക്സാസ്പിറേഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. വെക്സേഷൻ എന്ന് പറഞ്ഞാലും ആ മീനിങ് ആണ്. അതേപോലെ ഡിസ്പ്ലഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സന്തോഷമില്ലായ്മ, അപ്പം ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്നുള്ള മീനിങ്ങിൽ നമുക്ക് ഡിസ്പ്ലഷർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. പിക്ക്, സ്പ്ലീൻ, ആങ്കർ ഇതെല്ലാം ദേഷ്യമാണ്. ഇൻഡിഗ്നേഷൻ, ഫ്യൂറി ഇതെല്ലാം ദേഷ്യമാണ്. ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കോണ്ടന്റ് എന്ന് പറയുമ്പോൾ സംതൃപ്തി ഇല്ലായ്മ. യെസ്. ഇനി റീസെൻമെന്റ് എന്ന് പറയുമ്പോൾ ദേഷ്യം, വെറുപ്പ്, നീരസം എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം. അംബ്രേജ് എന്ന് പറഞ്ഞാലും എന്താണ്? ദേഷ്യമാണ്. ഇനി ഡിസ്കംപോഷർ, ഡിസ്കംഫീച്ചർ, ഫ്രസ്ട്രേഷൻ, ഡിസ്ക്വയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പരിഭവം അല്ലെങ്കിൽ ഒരു ആദി, വ്യാകുലത, ആകുലത എന്നൊക്കെ ഉള്ള മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണ വേർഡ്സ് ആണ്. ഡിസ്ട്രസ് നമുക്കറിയാം, ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് പെയിൻ അല്ലേ. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാഗ്രിൻ എന്നുള്ള വേർഡിൻ്റെ നൗണായി യൂസ് ചെയ്യുമ്പോൾ വരുന്ന സിനോണിംസ്. നമ്മൾ ഇതിനെ വെർബായി നൗണായി യൂസ് ചെയ്യുമ്പോൾ വരുന്ന ആൻറ്റണിംസ് നോക്കിക്കോളൂ. ഇത്രയും സിനോണിംസിന് നമ്മൾ ഒരൊറ്റ ആൻറ്റണിമാണ് പറയണത്, ഡിലൈറ്റ്. ഡിലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിലൈറ്റ് എന്ന് പറയുമ്പം യെസ് ഒരു ഹാപ്പി ആയ ഒരു കാര്യം അല്ലേ, ഒരു ഹാപ്പി ആയ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ഡിലൈറ്റ് കൊണ്ട്. ഡിലൈറ്റ് എന്ന് പറയുമ്പോൾ യെസ് ഭയങ്കര പ്ലീസിങ് ആയ അല്ലേ, നമുക്ക് ഭയങ്കര സന്തോഷം തന്നെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഡിലൈറ്റ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിലൈറ്റ് എന്ന് പറയുമ്പം യെസ് എന്തെങ്കിലും ഹാപ്പി ആയ ഒരു കാര്യം. യെസ്. അപ്പോൾ ഷാഗ്രിൻ എന്നുള്ള വേർഡിൻ്റെ ആൻറ്റണിമായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഡിലൈറ്റ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക് ഷാഗ്രിൻ എന്നുള്ള ഈ ഒരു വേർഡ് നമുക്ക് നൗണായിട്ട് യൂസ് ചെയ്യുമ്പം നമുക്ക് എന്ത് പറയാം? ഷി ഫെൽറ്റ് ഷാഗ്രിൻ ഫോർ ബീയിങ് റിജക്റ്റഡ് അല്ലേ.
നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് പറയുമ്പോൾ ഷി ഫെൽറ്റ് ഷാഗ്രിൻ അറ്റ് ബീയിങ് റിജക്റ്റഡ്. ഷി ഫെൽറ്റ് ഷാഗ്രിൻ അറ്റ് ബീയിങ് റിജക്റ്റഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെട്ടതിൽ അവൾക്ക് എന്താണ് ഭയങ്കരമായ ഒരു വിഷമമുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായി അവൾക്കൊരു ദേഷ്യമോ വിഷമോ വാട്ട് എവർ ഇറ്റ് മേ ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അവിടെ ദേഷ്യമാണോ അല്ലെങ്കിൽ സങ്കടമാണോ നിരാശയാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഭയങ്കരമായൊരു വിഷമം ഉണ്ടായി, അവൾ ആകെ തകർന്നു പോയി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ വി യൂസ് ദ വേർഡ് ഷാഗ്രിൻ. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ ഷാഗ്രിൻ എന്നുള്ള വേർഡിൻ്റെ നൗൺ യൂസേജ് നമ്മൾ കണ്ടു. നമുക്കിനി നോക്കാം വെർബ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വെർബിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ ഈ സെഷനിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് നോക്കാം. അപ്പോൾ ഒരു വേർഡ് വെർബായിട്ട് വരുമ്പോൾ നമുക്കറിയാം അതിന് സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും ഉണ്ടാവും. ഷാഗ്രിൻ എന്നുള്ള വേർഡിൻ്റെ പ്ലൂറൽ ഫോം ഇത് തന്നെയാണ്. പ്ലൂറൽ ഫോം എന്താണ്? ഷാഗ്രിൻ ആണ്. സിംഗുലർ ഫോമാണ് ഷാഗ്രിൻസ്. ഇനി അതിന് V1 V2 V3 V4 അല്ലേ? അപ്പോൾ V1 V2 V3 പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. പ്രസന്റ് ടെൻസ് ആ വേർഡ് തന്നെ ആയിരിക്കും, അത് ഷാഗ്രിൻ ആണ്. പാസ്റ്റ് ടെൻസ് ഷാഗ്രിൻഡ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമുക്ക് 2 N ഉണ്ട്. നമ്മുടെ പ്രസന്റ് ടെൻസിൽ ഒരു N ഉള്ളൂ, പക്ഷെ നമ്മൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയാലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയാലും അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയാലും ദർ വി ഹാവ് 2 N's. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിളും ഷാഗ്രിൻഡ് ആണ്. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ഷാഗ്രിനിങ്. അവിടെയും നമുക്ക് 2 N ഉണ്ട്. മനസ്സിലായല്ലോ? പ്ലൂറൽ ഫോം വരുമ്പം ഒറ്റ N ഉള്ളൂ, നമ്മൾ എസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കും. സിംഗുലർ ഫോം വരുമ്പോഴും ഒറ്റ N മാത്രമേ ഉള്ളൂ. സോ ഇതാണ് നമ്മൾ ഈ വെർബിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വെർബിൻ്റെ മീനിങ്, ഈ ഒരു ഷാഗ്രിൻ എന്നുള്ള ഈ ഒരു വേർഡ് നമ്മൾ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ വന്ന മീനിങ് ടു വെക്സ് അല്ലെങ്കിൽ ടു ഗെറ്റ് ഡിസ്ട്രസ്ഡ് ഓർ ഡിസപ്പോയിൻറ്റഡ്. ടു ഗെറ്റ് ഡിസ്ട്രസ്ഡ് ഓർ ഡിസപ്പോയിൻറ്റഡ് അല്ലേ? അതായത് ആ ഒരു ആക്ഷനാണ്. ടു ഗെറ്റ് ഡിസ്ട്രസ്ഡ് ഓർ ഡിസപ്പോയിൻറ്റഡ് എന്ന് പറയുമ്പം ആ ഒരു ആക്ഷനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ നൗണിൻ്റെ ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞു. ഷി ഫെൽറ്റ് ഷാഗ്രിൻ അറ്റ് ബീയിങ് റിജക്റ്റഡ് എന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് വേണമെങ്കിൽ പറയാം ഷി ഗോട്ട് ഷാഗ്രിൻഡ് അല്ലെങ്കിൽ ഷി ഷാഗ്രിൻഡ് വെൻ ഷി വാസ് റിജക്റ്റഡ്. ഷി ഷാഗ്രിൻഡ് വെൻ ഷി വാസ് റിജക്റ്റഡ്. അവൾ റിജക്റ്റ് ആയപ്പം അവൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു. ആ ഒരു ആക്ഷൻ അല്ലേ? ആ ഒരു ആക്ഷനെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഷാഗ്രിൻ എന്നുള്ള വെർബ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇന്നത്തെ ഇവിടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഷാഗ്രിൻ എന്നുള്ള വെർബല്ല. കാര്യം നമ്മൾ യൂസ് ചെയ്യാൻ പോണത് ആ വെർബിൻ്റെ ഒരു ഫോമാണ്. പക്ഷേ നമുക്കറിയാം, നമ്മൾ നമ്മുടെ ആഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വർബിൻ്റെ സെഷൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു വെർബിനെ നമുക്ക് വേണമെങ്കിൽ ആഡ്ജക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യാറ്? ഒരു വെർബിൻ്റെ ആഡ്ജക്റ്റീവ് ഫോമായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിളും അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ആണല്ലേ? അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യേണ്ടത്, എവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. എറർ സ്പോട്ടിങ്ങിൽ നമ്മുടെ ആഡ്ജക്റ്റീവ് എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എറർ സ്പോട്ടിങ്ങിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പം അതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൻ്റെ അത്രയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ് എവിടാ നമ്മളൊരു വെർബിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യേണ്ടത്, എവിടാ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യേണ്ടതെന്ന്. കാരണം നമുക്ക് എറർ സ്പോട്ടിങ്ങിൽ എപ്പോഴും അവർ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അവർ കറക്റ്റായ വേർഡ് യൂസേജ് തന്നെ തരും, ചിലപ്പോൾ മാറ്റി തന്നിട്ടുണ്ടാവും. സോ എറർ സ്പോട്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണിത്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആഡ്ജക്റ്റീവ്സിൻ്റെ സെഷൻസ് പോയി കണ്ടാൽ മതി. അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം, ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഷാഗ്രിൻ എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഷാഗ്രിൻ എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് നമ്മൾ ആഡ്ജക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യും അല്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ആഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു മീനിങ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. യെസ്,
മീനിങ് അല്ല, മീനിങ് ആയാലും സിനണിംസ് ആയാലും അതൊക്കെ. യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഷാഗ്രിൻഡ് എന്നുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഒരു മീനിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണതെല്ലാം ഒന്നെങ്കിൽ അത് ആഡ്ജക്റ്റീവ്സ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണതെല്ലാം ഒന്നെങ്കിൽ അത് ആഡ്ജക്റ്റീവ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും, അതല്ലെങ്കിൽ അതൊരു വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഷാഗ്രിൻ എന്നുള്ള വെർബിൻ്റെ യൂസേജ് ആണ് നിങ്ങളുടെ എക്സാമിനേഷനിൽ തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളത് നോക്കുക. നിങ്ങൾ ആ ഒരു മീനിങ്സ് നോക്കണ സമയത്ത് അവിടെ വെർബായിട്ടാണ് ഷാഗ്രിൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്തതെങ്കിൽ ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിപ്പോൾ ഒരു സിനോണിം പറയാം, അനോയ്ഡ് എന്നുള്ളത് എന്താണ്? അനോയ്ഡ് എന്നുള്ളത് ആക്ച്വലി അനോയ് എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് നമ്മുടെ അനോയ്ഡ് എന്നുള്ള വേർഡ് നമുക്ക് അഡ്ജക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? ദി അനോയ്ഡ് മാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യെസ്. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ എക്സാമിനേഷനിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ വെർബായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഷാഗ്രിൻ എന്നുള്ള വേർഡെങ്കിൽ അതിൻ്റെ സിനോണിംസ് നിങ്ങൾ നോക്കണ സമയത്ത് വെർബ് പ്യോർലി വെർബായ വേർഡ് ഏതാണോ അത് ചൂസ് ചെയ്യണം. സേ ഇപ്പോൾ റാത്ത്ഫുൾ എന്നൊരു വേർഡ് ഉണ്ട്. റാത്ത്ഫുൾ എന്നുള്ളത് എന്താണ്? അത് ആഡ്ജക്റ്റീവാണ്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അനോയ് എന്നുള്ള വേർഡും തന്നിട്ടുണ്ട്, റാത്ത്ഫുൾ എന്നുള്ള വേർഡും തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ ഓപ്ഷൻസിൽ അവർ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ ഷാഗ്രിൻ എന്നുള്ള വേർഡ് വെർബായിട്ടാണ് യൂസ് ചെയ്തതെങ്കിൽ വിച്ച് വേർഡ് യു ഹാവ് ടു ചൂസ്? യെസ്, യു ഹാവ് ടു ചൂസ് ദ വേർഡ് അനോയ്. കാരണം എന്താ? അനോയ് എന്നുള്ളത് വെർബാണ്. ഒരു വേർഡിൻ്റെ സിനണിം അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റണിം നമ്മൾ പറയുമ്പം എപ്പോഴും സെയിം ഫോമിലുള്ള വേർഡ്സ് ആയിരിക്കും നമ്മൾ പറയാറ്. അതിൻ്റെ വെർബാണെങ്കിൽ വെർബ് ഫോം ആയിരിക്കും, നൗൺ ആണെങ്കിൽ നൗൺ ഫോം ആയിരിക്കും, ആഡ്വർബ് ആണെങ്കിൽ ആഡ്വർബ് ഫോം ആയിരിക്കും, ആഡ്ജക്റ്റീവ് ആണെങ്കിൽ ആഡ്ജക്റ്റീവ് ഫോം ആയിരിക്കും. സോ യു ഹാവ് ടു നോട്ട് ദ പോയിന്റ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് ഷാഗ്രിൻഡ് എന്നുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. നമുക്കറിയാം പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ നമുക്ക് ആഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. സോ ആ രീതിയിലാണ് നമ്മളിവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ സിനണിംസും ആൻറ്റണിംസും പറയാൻ പോണേ. മനസ്സിലായല്ലോ? യെസ്. നമ്മൾ മീനിങ് കണ്ടില്ല അല്ലേ? നമുക്ക് മീനിങ് നോക്കാം. To feel distressed, annoyed or disappointed, അല്ലേ? or disappointed or humiliated എന്നും പറയാം. ഓക്കെ, അപ്പോൾ ടു ഫീൽ ഡിസ്ട്രസ്ഡ്, അനോയ്ഡ്, ഡിസപ്പോയിൻറ്റഡ് ഓർ ഹ്യൂമിലിയേറ്റഡ് അല്ലേ? ആ എന്താണ്? ഒരു നിരാശപ്പെട്ട അല്ലെങ്കിൽ ഒരു വിഷമിച്ച, അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു ദേഷ്യപ്പെട്ടിരിക്കണം, അതും അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റഡ് അല്ലേ? നമ്മളൊരു ഇൻസൾട്ട് ചെയ്യപ്പെട്ട എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? ഷാഗ്രിൻഡ് എന്നുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് ആഡ്ജക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യണം. യെസ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ സിനണിംസ് നോക്കാം. നമ്മുടെ ഷാഗ്രിൻ എന്നുള്ള നൗൺ ഫോം പോലെ ഇതിനും ഒരുപാട് സിനണിംസ് ഉണ്ട്. അനോയ്ഡ് നമുക്ക് യൂസ് ചെയ്യാം, വെക്സ്ഡ് നമുക്ക് യൂസ് ചെയ്യാം, ഡിസ്ട്രസ്ഡ് നമുക്ക് യൂസ് ചെയ്യാം, ആംഗ്രി നമുക്ക് യൂസ് ചെയ്യാം, പിക്ഡ് നമുക്ക് യൂസ് ചെയ്യാം, എക്സാസ്പിറേറ്റഡ് നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ എക്സാസ്പിറേറ്റഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഐറേറ്റ്, എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം, ടെസ്റ്റി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം, മിഫ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം, ഹഫി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം, റീസെൻഫുൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം, ഡിസ്ഗ്രൻറ്റിൽഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് പറയാം? ഐറേറ്റ്, ടെസ്റ്റി, മിഫ്റ്റ്, ഹഫി, ഡിസ്ഗ്രൻറ്റിൽഡ്, മാഡ് എന്നുള്ള വേർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, മാഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം.
പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എൻറേജ്ഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. എൻറേജ്ഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഇൻഫ്യൂറിയേറ്റഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഇൻഫ്യൂറിയേറ്റഡ്. പിന്നെ നമുക്ക് എന്ത് പറയാം? ഫ്യൂറിയസ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഫ്യൂറിയസ്. പിന്നെ എന്ത് യൂസ് ചെയ്യാം? ഇൻഫ്യൂറിയേറ്റഡ്. ഇൻഫ്യൂറിയേറ്റഡ്. ഫ്യൂറിയസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അഗ്രീവ്ഡ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻഫ്യൂറിയേറ്റഡ്, ഇൻഫ്യൂറിയേറ്റഡ്, ഫ്യൂറിയസ്, അഗ്രീവ്ഡ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ായി കോളറിക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. കോളറിക് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. യെസ് ദാറ്റ്സ് ഇറ്റ് അല്ലേ. റീസൺഫുൾ എഴുതി. കോളറിക് എന്നുള്ള റാത്ത്ഫുൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. റാത്ത്ഫുൾ എക്സെട്ര. സോ ഇതൊക്കെയാണ് നമ്മുടെ ഷാഗ്രിൻ എന്നുള്ള വേർഡിനെ നമ്മൾ എന്താ പറയുക, ഒരു ആഡ്ജക്റ്റീവായി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെർബിൻ്റെ തേർഡ് ഫോം, അതായത് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ ആഡ്ജക്റ്റീവായി യൂസ് ചെയ്യുമ്പം അതിൻ്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് ഒന്ന് അനോയിഡ്. അനോയിഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന. വെക്സ്ഡ് എന്ന് പറഞ്ഞാലും ദേഷ്യപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക മടുത്തിരിക്കണം എന്നുള്ള മീനിങ്. ഡിസ്ട്രെസ്ഡ് ആകുമ്പോഴോ ഭയങ്കര ആ ഒരു പെയിനിലിരിക്കണം. ആംഗ്രി പിന്നെ ദേഷ്യമുള്ള. പിക്ഡ് എന്ന് പറഞ്ഞാലും ദേഷ്യമുള്ള. എക്സാസ്പിറേറ്റഡ് എക്സ്ട്രീം ലെവൽ ഓഫ് ദേഷ്യമുള്ള. ഐറേറ്റ്, ടെസ്റ്റി, മിഫ്ഡ്, ഹഫി ഒക്കെ എന്താണ്? ഇതെല്ലാം നീരസമുള്ള, ദേഷ്യമുള്ള എന്ന മീനിങ് ആണ്. റീസൺഫുൾ നീരസമുള്ള. ഡിസ്ഗ്രണ്ടിൽഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യമുള്ള. അതേപോലെ മാഡ്, അതും ആ മീനിങ് ആണ്. എൻറേഞ്ച്ഡ്, ഇൻഫ്യൂറിയേറ്റഡ്, ഫ്യൂറിയസ് എല്ലാം എന്താണ്? ദേഷ്യമുള്ള അല്ലെങ്കിൽ കോപമുള്ള, മുൻകോപമുള്ള എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് യൂസ് ചെയ്യണത്. അഗ്രീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര സങ്കടപ്പെട്ട. അഗ്രീവ്ഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടപ്പെട്ട. കോളറിക് ആയാലും റാത്ത്ഫുൾ ആയാലും എന്താണ്? മുൻകോപമുള്ള, ദേഷ്യമുള്ള അല്ലെങ്കിൽ വെറുപ്പുള്ള, ഇങ്ങനെയൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഈ വേർഡ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി നമുക്കിതിൻ്റെ ആൻറ്റണിംസ് നോക്കാം. ആൻറ്റണിംസ് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഡിലൈറ്റ്ഫുൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഡിലൈറ്റ്ഫുൾ, നമുക്ക് ഡിലൈറ്റ്ഫുൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഫൈൻ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. കാം എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം ആഡ്ജക്റ്റീവ്സ് ആണ്. അമ്യൂസിങ്, അമ്യൂസിങ് എന്നുള്ള വേർഡും നമുക്ക് യൂസ് ചെയ്യാം. യെസ്. അപ്പോൾ എന്താണ് ഡിലൈറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്ലസൻ്റ് ആയ, ഇറ്റ് വാസ് എ ഡിലൈറ്റ്ഫുൾ ഡിന്നർ, അല്ലെങ്കിൽ ഇറ്റ് വാസ് എ ഡിലൈറ്റ്ഫുൾ പാർട്ടി, അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് വാസ് എ ഡിലൈറ്റ്ഫുൾ ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഭയങ്കര ഒരു പ്രസന്നമായ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് തന്നെ, സന്തോഷം തന്നെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം, നമുക്ക് ഇഷ്ടമാവണ പോലത്തെ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തന്നെ രീതിയിലുള്ള, നമുക്കൊരു മനസ്സിനെ ഒന്ന് എന്താ പറയുക, ഒന്ന് കാം ഡൗൺ ചെയ്യണ പോലെ, അല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷം തന്നെ പോലത്തെ, മനസ്സിന് ഒരു കുളിര് കോരിയിടുന്ന പോലത്തെ, ഇങ്ങനത്തെ രീതിയിലുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ഡിലൈറ്റ്ഫുൾ പാർട്ടി, അല്ലെങ്കിൽ എന്താണ് ഡിലൈറ്റ്ഫുൾ ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ ഡിലൈറ്റ്ഫുൾ ഡേറ്റ്, ഡിലൈറ്റ്ഫുൾ ഡിന്നർ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. യെസ്. ഇനി ഫൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നല്ലതായിരിക്കണ ഒരു അവസ്ഥ അല്ലേ. ഇറ്റ്സ് ഫൈൻ എന്ന് പറയുമ്പം അതൊരു നല്ലതായിരിക്കണ ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഫൈൻ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ നമുക്ക് വെറുപ്പില്ല, ദേഷ്യമില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സങ്കടമില്ല, ഇങ്ങനെ നെഗറ്റീവ് ഇമോഷൻസ് ഒന്നും ഇല്ലാതെ, നെഗറ്റീവ് പെയിൻ ഇല്ല, ഒന്നും ഇല്ലാത്ത, നെഗറ്റീവ് ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഹാപ്പി ആയ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഫൈൻ എന്ന് പറയുന്നത്, ഒരു നല്ല ആ ഒരു അവസ്ഥ. പിന്നെ കാം എന്ന് പറയുമ്പോഴും ഒരു ശാന്തമായിരിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു സ്ട്രെസ്ഫുൾ ആയ, അല്ലെങ്കിൽ ഭയങ്കര ഇൻഫ്യൂറിയേറ്റഡ്, ഭയങ്കര ഒരു സങ്കടം അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം എന്നുള്ള ആ ഒരു ഇമോഷൻസ് ഒന്നും അല്ലാതെ ഭയങ്കര കാമായ, ഭയങ്കര ശാന്തമായിരിക്കുന്നതിനെയാണ് നമ്മൾ കാം എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമ്യൂസിങ് എന്ന് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കണ പോലെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് തന്നെ പോലത്തതാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം അവിടെ? അമ്യൂസിങ് എന്നുള്ളൊരു വേർഡ്. ഇപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ വീഗാലാൻഡിൻ്റെ ഒക്കെ, ഇപ്പോൾ വീഗാലാൻഡ് അല്ലെങ്കിൽ അതുപോലത്തെ തീം പാർക്സിനെയൊക്കെ നമ്മൾ എന്താണ് പറയുക? അമ്യൂസ്മെൻറ്റ് പാർക്സ് എന്നാണ് പറയുക. എന്താണ്? അവിടെ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അമ്യൂസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തന്നെ പോലെ, അല്ലെങ്കിൽ നമുക്ക് ഒരു സന്തോഷം തന്നെ പോലത്തെ കാര്യങ്ങളാണെങ്കിൽ അത്തരം നൗൺസിനെ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ വേർഡാണ് അമ്യൂസിങ്. അമ്യൂസിങ് എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാഗ്രിൻ എന്നുള്ള വേർഡിൻ്റെ സിനണിംസ്. യെസ്. അപ്പം നമ്മൾ പറയുമ്പോൾ he was chagrined
വെൻ ഹിസ് പ്രപ്പോസൽ വാസ് റിജക്റ്റഡ്. അവൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവൻ ഷാഗ്രിൻഡ് ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ആകെ തകർന്നു പോയി, അല്ലെങ്കിൽ അവന് ഭയങ്കര വിഷമായി. യെസ്, I saw a chagrined man there. I saw a chagrined man there എന്ന് പറഞ്ഞാൽ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആകെ ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ദേഷ്യപ്പെട്ടിരിക്കണം, വാട്ട് എവർ, ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ. അപ്പോൾ അവിടെ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടു. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ, ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ ഏറ്റവും ആദ്യം സെഷനിൽ നമ്മൾ നൗണിൻ്റെ അവിടെ പറഞ്ഞ എക്സാമ്പിൾ എന്താ? ഷി ഫെൽറ്റ് ഷാഗ്രിൻ വെൻ ഷി വാസ് റിജക്റ്റഡ്. അവൾ റിജക്റ്റ് ചെയ്തപ്പം അവൾക്ക് എന്തുണ്ടായിരുന്നു? ഭയങ്കരമായ വിഷമം ഉണ്ടായിരുന്നു. ഹി വാസ് ഷാഗ്രിൻഡ് വെൻ ഹിസ് പ്രപ്പോസൽ വാസ് റിജക്റ്റഡ്. അവൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്ത് കഴിയുമ്പം അവൻ ആകെ തകർന്നു പോയി. സോ അവിടെ ഷാഗ്രിൻ എന്താണ്? അവിടെ വെർബാണ്. I saw a chagrined man there. I saw a chagrined man standing out there. ഒരാകെ തകർന്നു പോയ, മനസ്സുകൊണ്ട് തകർന്നു പോയ ഒരു മനുഷ്യനെ ഞാൻ അവിടെ കണ്ടു, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യനെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ അവിടെ ഏത് രീതിയിലാണ് യൂസ് ചെയ്തത്? ഷാഗ്രിൻഡ് മാൻ. ആ മാൻ എന്നുള്ള നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഷാഗ്രിൻ എന്നുള്ള വെർബിൻ്റെ തേർഡ് ഫോം ഞാൻ യൂസ് ചെയ്തു. മനസ്സിലായല്ലോ? ഇവിടെ അമ്യൂസ് എന്നുള്ളത് വെർബാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ അമ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യെസ്, നമുക്കത് സന്തോഷം തരേണ്ട, അല്ലെങ്കിൽ നമുക്കത് ഒരു എക്സൈറ്റ്മെൻറ്റ് തരണ സംഭവങ്ങളാവുമ്പം അവിടെ നമ്മൾ എന്ത് പറയും? അമ്യൂസ് എന്ന് പറയും. യെസ്, നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പം she was amused seeing all these. എന്ന് പറയുമ്പം ഇതെല്ലാം കണ്ടപ്പം അവൾ ഭയങ്കരമായി സർപ്രൈസ്ഡ് ആയി, അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര ഹാപ്പി ആയി എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ അമ്യൂസ് എന്നുള്ള വെർബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ പറഞ്ഞായിരുന്നു, ഒരു വെർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ ഫോർത്ത് ഫോം നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ അമ്യൂസ് എന്നുള്ള വെർബിൻ്റെ ഫോർത്ത് ഫോമാണ് അമ്യൂസിങ്. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തന്നെ രീതിയിലാണെങ്കിൽ നമ്മൾ അമ്യൂസിങ് എന്നുള്ളൊരു അഡ്ജക്റ്റീവ് നമുക്ക് യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വേർഡ് ഓഫ് ദി ഡേ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഭയങ്കര ലെങ്തി ആയ സെഷനാണ്. നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഷാഗ്രിൻ എന്നുള്ള വേർഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേർഡാണ്. നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻസിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ചോദിച്ച് കാണാറുള്ള രീതിയിലുള്ള ഒരു വേർഡാണ് ഷാഗ്രിൻ. യെസ്. പിന്നെ ഷാഗ്രിൻ എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ മീനിങ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വേർഡാണ് അല്ലേ? യെസ്. കുറേ പേർക്കെങ്കിലും ഈ ഒരു വേർഡ് പുതിയതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം എന്താ പറയുക, ഈ ഒരു വേർഡിൻ്റെ നൗൺ ഫോം നമ്മൾ ഡിസ്കസ് ചെയ്തു, വെർബ് ഫോം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നമുക്ക് നോക്കാം, ഒരു കാര്യം കൂടെ പറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷനിൽ അനോയ്ഡ് എന്നുള്ള വേർഡ്, അല്ലെങ്കിൽ വെക്സ്ഡ് എന്നുള്ള വേർഡ്, അല്ലെങ്കിൽ ഡിസ്ട്രസ് എന്നുള്ള വേർഡ്, പിക്ഡ്, എക്സാസ്പിറേറ്റഡ്, മിഫ്റ്റ്, അതേപോലെ ഡിസ്ഗ്രണ്ടിൽഡ്, എൻറേഞ്ച്ഡ്, ഇൻഫ്യൂറിയേറ്റഡ്, അഗ്രീവ്ഡ് അല്ലേ? ഈ വേർഡ്സൊക്കെ എന്താണ്? ഈ വേർഡ്സൊക്കെ നമ്മൾ പറയുമ്പം നമ്മുടെ വെർബിൻ്റെ തേർഡ് ഫോമാണ് ഈ വേർഡ്സൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് വെർബായിട്ടാണ് ഷാഗ്രിൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്തതെങ്കിൽ യെസ്, നിങ്ങൾക്ക് ഈ വേർഡ്സൊക്കെ ചൂസ് ചെയ്യാം. ഇനി അതല്ല ആഡ്ജക്റ്റീവ് ആയിട്ടാണ് അവിടെ യൂസ് ചെയ്തതെങ്കിൽ ഈ എല്ലാ വേർഡ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മനസ്സിലായി? ഈ എല്ലാ വേർഡ്സിലും നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിനനുസരിച്ച് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. ഇൻ കേസ് ഷാഗ്രിൻ എന്നുള്ള വേർഡ് വെർബായിട്ടാണ് അവർ ആ ഒരു പാരഗ്രാഫിൽ യൂസ് ചെയ്തതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് റാറ്റ്ഫുൾ, അല്ലെങ്കിൽ കോളറിക്, ഫ്യൂറിയസ്, റീസൺഫുൾ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ആഡ്ജക്റ്റീവ്സ് ആണ്, പ്യുവർ ആഡ്ജക്റ്റീവ്സ് ആണ്. സോ യു കനോട്ട്, നമുക്കതിനെ എന്തിൻ്റെ സിനണിംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കതിനെ ഒരു വെർബിൻ്റെ സിനണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോ അത്തരം വേർഡ്സ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ റാറ്റ്ഫുൾ ഉണ്ടാവാം, ഫ്യൂറിയസ് തന്നിട്ടുണ്ടാവാം, എന്നിട്ട് അനോയ്ഡും തന്നിട്ടുണ്ടാവാം. there you have to select the word annoyed, because there we used the verb form of chagrin അല്ലേ? ഷാഗ്രിൻ നമ്മൾ വെർബായിട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏതാണ് അവിടെ നമ്മൾ സിനണിമായി ചൂസ് ചെയ്യേണ്ടത്? ഒരു വെർബാണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇനി നൗൺ ആയിട്ടാണ് അവിടെ യൂസ് ചെയ്തതെങ്കിൽ നമ്മൾ ഇതിൻ്റെ നൗൺ ഫോംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ അത് ആ വേർഡ്സ് ഏതെങ്കിലും ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെർബ്, അതായത് ഒരു വേർഡ് അതിൻ്റെ ഏത് ഫോമിലാണ് അത് യൂസ് ചെയ്തിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ചുള്ള പ്രോപ്പറായ ധാരണ നമുക്ക് ഉണ്ടാവണം. യെസ്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നല്ലോ അല്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഷാഗ്രിൻ ക്വൈറ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേർഡാണ്, കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണ കാര്യമാണെങ്കിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അപ്കമിങ് സെഷൻസിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം അല്ലേ? യെസ്.
അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എൻട്രൻസ് എക്സാമിനേഷൻ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. കുറേ വീഡിയോസൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷേ ബാങ്ക് എക്സാമിനേഷൻസിൻ്റെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 8-10 മാസമായി. കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിലെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾ അവർക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ആക്ച്വലി ശ്രമിക്കണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരാൾ പഠിക്കുമ്പോൾ, അല്ലെ ഒരു സ്റ്റുഡൻറ്റ് പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ അവിടെ എന്ത് സ്റ്റാൻഡേർഡിലാണോ അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ആണോ അവർക്ക് അവിടെ അവൈലബിൾ ആക്കണം, അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെയും അവൈലബിൾ ആക്കണം. ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളതിനേക്കാളും ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ആണ് നമ്മൾ ഈ ഒരു ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. കുറേയൊക്കെ അതിന് പറ്റേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം. നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണ കാര്യമാണെങ്കിൽ നമുക്ക് ചെയ്യാം. എനിക്കും ഒരുപാട് പ്ലാൻസ് ഉണ്ട്. കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് വേണം അത്തരം പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കുറേ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് കീപ് സപ്പോർട്ടിങ്. അപ്പോൾ നെക്സ്റ്റ് വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ നമുക്ക് വേറൊരു വേർഡും നമ്മൾ അതിന് റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.